ഇപ്പോൾ നൈട്രജനെ മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളായ നൈട്രജനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml എന്നുള്ള രീതിയിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ള നമ്മൾ ഈ രാസവളങ്ങളൊക്കെ കൊടുക്കുന്നവരാണ് അല്ലേ, പൊതുവേ രാസവളങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതല്ലേ. രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് മനുഷ്യന് കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുന്ന പോലെ വെന്റിലേറ്ററിൽ കിടന്ന തുല്യമാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു ഓർഗാനിക് സംസ്കാരത്തെ പടുത്തുയർത്താൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. അതിപ്പോൾ ഇത് 400 ml ഒഴിച്ചുള്ളൂ. 200 ml ആണത്, 2 ഒഴിക്കണം. അതിൽ ആഡ് ചെയ്യണം. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നാച്ചുറലായിട്ട് സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജൻ നമ്മൾ 400 ml എന്നുള്ള രീതിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഫോസ്ഫേറ്റിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിലെല്ലാം ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ കൃത്യമായിട്ട് അവയ്ക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് 400 ml എന്നുള്ള രീതിയിൽ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മൾ 200 ലിറ്റർ വെള്ളമാണ് ഇവിടെ നിറച്ചിരിക്കുന്നത്. അത് 100 ലിറ്റർ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് കുറച്ച്, ചിലവ് കുറച്ച് നമുക്കിത് ചെയ്യാം. ചാക്ക് കണക്കിന് വളപ്രയോഗമല്ല, മറിച്ച് നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മൂലകങ്ങളിലൊന്നാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. ഈ പൊട്ടാഷിനെയും നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml രീതിയിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ സസ്യത്തിന് ജൈവികമായിട്ടുള്ള ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം. അതോടൊപ്പം തന്നെ സസ്യത്തിൻ്റെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നു എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. 400 ml ആഡ് ചെയ്തതിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്ത് എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയും. അപ്പോൾ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഘടനയെ മാറ്റുവാൻ, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാൻ, മണ്ണിൻ്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 ടണ്ണ് കാലിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതം, അതോടൊപ്പം തന്നെ 11-ലധികം വരുന്ന ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഷേത്ത് ഉപയോഗിക്കുന്നതിലൂടെ സസ്യത്തിന് ആവശ്യമായ പ്രതിരോധശേഷിയെ, നാച്ചുറലായിട്ടുള്ള പ്രതിരോധശേഷിയെ വീണ്ടെടുക്കാൻ, പ്രകൃതിദത്തമായിട്ട് എല്ലാ സസ്യങ്ങൾക്കും ഒരു പ്രതിരോധശേഷിയുണ്ട്. ആ പ്രതിരോധശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ 400 ml മണ്ണിൻ്റെ pH ലെവലിനെ, ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോബ്ലം ഉള്ളത് മണ്ണിൻ്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ മണ്ണിൻ്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ കുമ്മായം ഉപയോഗിക്കാതെ തന്നെ നമുക്കിതിലൂടെ ഒരു കാർഷിക ഘടനയെ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. സസ്യങ്ങളുടെ വേരിനെ മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഈ സ്റ്റിംറിച്ചിനെ നമ്മൾ 400 ml എന്നുള്ള രീതിയിലേക്ക് ആഡ് ചെയ്യുന്നു. വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, കായയുടെ സൈസിനെ സ്വാധീനിക്കുന്നു. അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ സ്റ്റിംറിച്ചിലൂടെ ഉണ്ടാകുന്നു. ഒരേ സമയത്ത് പൂക്കുന്നു, ഒരേ സമയത്ത് കായ്ക്കുന്നു. വിളവെടുക്കൽ നമുക്ക് ഒരേ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മൾ ഈ 5 ഉൽപ്പന്നങ്ങൾ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. വേറെ വളങ്ങളൊന്നും കൊടുക്കാതെ, കുമ്മായം കൊടുക്കാതെ, മറ്റു രീതിയിലുള്ള വളങ്ങളോ ജൈവവളമോ രാസവളമോ ഒന്നും കൊടുക്കാതെ തന്നെ ഈ ഒരു ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഡ്രമ്മ് അണുവിമുക്തമായിരിക്കണം. അതുപോലെ തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായി ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ ചെറിയ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുണ്ട്. ഇത്തരം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത് കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നല്ല റിസൾട്ടുകൾ നമുക്ക് കൃഷി മേഖലയിൽ ലഭിക്കും. അതൊരു ഓർഗാനിക് സംസ്കാരത്തെ പടുത്തുയർത്താൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സുമിത്, എത്ര വർഷമായി കാർഷിക മേഖലയിൽ? ഇവിടെ എത്ര നാളായി? രണ്ടുപേരും ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ പിന്നെ ഒരു 10-15 വർഷമായിട്ട്. 15 വർഷമായിട്ടുണ്ട് അല്ലേ? ഓക്കെ. പൊതുവേ മറ്റ് ഏതൊക്കെ വളങ്ങളാണ് പൊതുവെ എല്ലാ തവണയും ഒരേ വളങ്ങളാണോ കൊടുക്കുന്നത്? അല്ല, പിന്നെ ചാണകം, വ്യത്യസ്തങ്ങളായിട്ടുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് അല്ലേ? കോഴിവളം. ഓക്കെ. നമ്മുടെ ഈ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ വളങ്ങളൊന്നും കൊടുക്കണം, ഇത് മാത്രം കൊടുത്താൽ മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മളിതിപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഒരേ വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന കർഷകർ ഇന്ന് 4 വർഷമായിട്ട് തുടർച്ചയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 25 വർഷമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഇപ്പം മറ്റു വളങ്ങൾ കൊടുത്തുകൊണ്ട് എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ സസ്യങ്ങൾക്ക് വരുന്ന ഒരു ഇപ്പം എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? മാതിരിയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. വർഷത്തിൽ 3 തവണയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ 100% നമുക്ക് ലഭിക്കും എന്നതിൽ ഒരു സംശയമില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കൂടെ ഉണ്ടാവണം. ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിർത്തരുത്. ഇനിയിപ്പോൾ മെയ് മാസത്തിൽ നമ്മൾ ഉപയോഗിക്കണം, അതുപോലെ തന്നെ സെപ്റ്റംബർ, അങ്ങനെയല്ല ഒരു 4 മാസം ഇടവേള കാലയളവിലാണ് വലിയ വിളകൾക്ക് കൊടുക്കേണ്ടത്. അത് മറ്റ് വിളകളൊക്കെ ആണെങ്കിൽ, പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ആനുപാതികമായിട്ടാണ് കൊടുക്കേണ്ടത്. റിസൾട്ട് എന്തായാലും 100% ഉണ്ടാകും. ഇതിപ്പോൾ എങ്ങനെ ഇത് അറിഞ്ഞത് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച്? ഇത് മോഹനട്ടൻ പറഞ്ഞിട്ട് അറിഞ്ഞത്. മോനേട്ടൻ നമ്മളെ ഓണക്കുന്നില്ല മോനേട്ടൻ, അദ്ദേഹം ഉപയോഗിച്ചിട്ട് അതിന്റെ വാഴക്കൊലയിലൊക്കെ അവിടെ കൊടുത്തിട്ട് നമ്മളെ വിനോദനല്ലേ കട, അവരൊക്കെ ഇപ്പൊ എടുത്തിട്ടുണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും വളരെ നല്ല ഉൽപ്പന്നമാണ്. കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് കുമ്മായം പോലുള്ള കാര്യങ്ങളൊന്നും ഇടാൻ വേണ്ടി പാടില്ല. കുമ്മായം ഇടിപ്പോൾ ഇട്ടിട്ട് എത്ര നാളായി? 15 ദിവസമായി. 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ കുമ്മായം ഒന്നും ഇടരുത്. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സസ്യത്തിൻ്റെ ഘടനയിൽ മണ്ണിൽ പ്രോബ്ലമാണ് ഉണ്ടാവുക. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നതാണ് കുമ്മായം. ആ കുമ്മായം അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂലകങ്ങളെയും സൂക്ഷ്മാണുക്കളെയും അതുപോലെ തന്നെ മണ്ണിരകളെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കുമ്മായം പോലുള്ള നമ്മുടെ രാസപദാർത്ഥങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു ജൈവാണു ബാക്ടീരിയയാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് കുമ്മായം ഒന്നും ഇനി മേലിൽ ഉപയോഗിക്കരുത്. കുമ്മായം നിങ്ങൾ ഒരു കാരണം നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിലും കുമ്മായം ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിക്കുക, അതായത് കക്കപ്പൊടി എന്ന് പറയുന്നത്, കക്ക പൊടിച്ചുണ്ടാക്കുക. ഇത് കക്ക നീറ്റിയതാണ്. രണ്ടും 2 സ്റ്റേജിലൂടെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് കാൽസ്യം കാർബണാണ്. അപ്പോൾ കാർബൺ എന്ന് പറയുമ്പോൾ പച്ചപ്പിനെയൊക്കെ സ്വാധീനിക്കുന്ന, മണ്ണിൽ pH ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് pH ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്, നമ്മൾ കരിവള്ളൂർ, നമ്മൾ കണ്ണൂർ ജില്ല, കണ്ണൂർ തന്നെ വരുന്നത്, അതല്ലേ, കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ പലിയേരി എന്ന് പറയുന്ന പ്രദേശത്തെ വളപ്രയോഗമാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അത് ഒഴിക്കുന്ന രീതിയും കൂടെ നമുക്ക് കാണാം. ഇവിടെ കവുങ്ങ്, തെങ്ങ്, കൊടി